ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 12ാം ദിവസത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചേക്കുക. പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ടും പ്രാർത്ഥന ജപിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ ആന്തരിക ജീവിതം മുഴുവനും നമ്മുടെ ഉള്ളിൽ നമ്മൾ പകർത്താൻ പരിശ്രമിക്കുക. പ്രസാദപര അവസ്ഥ നഷ്ടപ്പെട്ടു പോയത് നമുക്ക് തിരിച്ചെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ദൈവ സ്വഭാവം അത് തിരിച്ചെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനുള്ള അഭിഷേകം നമ്മൾ സ്വന്തമാക്കുക. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ശാരീരിക സ്വഭാവമുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ നിന്നും ആത്മീയ സ്വഭാവമുള്ള ദൈവിക സ്വഭാവമുള്ള പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം കൈമാറിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്നവരെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം സാത്താന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഒരു വ്യക്തി പ്രതിഷ്ഠിക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അനേകരിത് ആരംഭിക്കുന്നുണ്ട്, പൂർത്തിയാക്കാനായിട്ട് പറ്റാറില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഈ ശുശ്രൂഷയിൽ ആദ്യം ചെയ്യേണ്ട കാര്യം വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്തിട്ട് ആ വ്യക്തി സ്വയം വിശുദ്ധീകരിക്കുക. സാത്താന്റെ ചിന്തകളും അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ പദ്ധതികളെയും നിഗനിക്കുക. അതിനുവേണ്ടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഏറ്റവും എളിമയോടുകൂടി നമ്മളായിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിപൂർണമായിട്ടും കർത്താവിന് സമർപ്പിച്ച് അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് ഭജിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോരിനിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവ്വേശ്വരയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോമിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട അമ്മ മാതാവിനെ ഒത്തിരി സ്നേഹിക്കുന്ന മക്കളെ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണല്ലോ. ഈ നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിനോട് യാചിക്കണം, പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കണം. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകാനായിട്ട് ഏറ്റവും കൂടുതൽ മാധ്യസ്ഥം വഹിക്കുന്ന വ്യക്തി പരിശുദ്ധ അമ്മയാ. ഓ പാവനാത്മാവേ, ഈ നിമിഷം എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് എഴുന്നള്ളി വരണമേ. എന്നെ പഠിപ്പിക്കണമേ, എന്നെ ഉണർത്തണമേ, എന്നെ ജ്വലിപ്പിക്കണമേ. ഈ ശുശ്രൂഷയിൽ ഉടനീളം പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു ശക്തമായ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മുഴുവനും മക്കളുടെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും കരങ്ങൾ യാചനയോടെ പിടിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ചു സ്തുതിക്കട്ടെ.
ആത്മാർത്ഥതയോടെ എല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ഒരുമിച്ച് ശക്തിയോടെ വിളിച്ചു പാടാം. പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ, ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണമേ, ദൈവസ്തുതി പാടുവാൻ എന്നിൽ സ്നേഹം നൽകണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ എല്ലാവരും ചേരാമോ? ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ. അവിശുദ്ധിയുടെ വലിയൊരു ക്രമ കിട്ടാൻ ദാഹിച്ചേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, സ്വർഗീയ അഭിഷേകം കിട്ടാൻ, വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. സ്വർഗീയ വരങ്ങളാൽ നിറയാൻ പ്രിയപ്പെട്ടവരെ ദാഹിച്ചേ. പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. പെന്തക്കുസ്തായിലെ സ്നേഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പോലെ, പരിശുദ്ധ അമ്മയിലേക്ക് ഇറങ്ങി വന്ന പോലെ, സ്നേഹന്മാരെ ശക്തിപ്പെടുത്തിയ പോലെ, പ്രവാചകന്മാരെ ഉണർത്തിയ പോലെ, ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഒരുമിച്ച് വിളിക്കട്ടെ യേശുവേ. സ്വർഗക്കനലെ നാവിലെന്നെ തൊടണേ, സ്വർഗക്കനലെ നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം ആരിലെങ്ങും ഘോഷിക്കാൻ, യേശുനാമം പുണ്യനാമം ആരിലെങ്ങും ഘോഷിക്കാൻ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ പരിശുദ്ധ കുദാശയിലൂടെ ഒഴുകുന്ന അഭിഷേകം ലോകത്തിൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ ബലിയിലൂടെ കടന്നു വന്ന അഭിഷേക ശക്തി. Holy Spirit, power, 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 power. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണടയ്ക്കാം. പരിശുദ്ധ അമ്മയെ മനസ്സിൽ കണ്ട മക്കളെ, രണ്ട് കരങ്ങളും നീട്ടി നമ്മളെ സ്വീകരിക്കാൻ തൊട്ടടുത്ത് നിൽക്കുന്ന പരിശുദ്ധ അമ്മ. ഇല്ലെങ്കിൽ കണ്ണടച്ച് ഒരു കയ്യിൽ ഉണ്ണീശോയം വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വലതു കൈ നിന്റെ നേരെ നീട്ടിപ്പിടിച്ചേക്കുക. അമ്മ പറയുക, കുഞ്ഞേ നീ എൻ്റെ ഈ കൈക്കകത്തേക്ക് വന്നേ, ഞാൻ നിന്നെ എടുക്കാം, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കാം,
ഞാൻ എൻ്റെ ഈ മകൻ്റെ അടുത്തേക്ക് നിന്നെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഈ മകനോടൊത്ത് കളിക്കുവാൻ, എൻ്റെ ഈ ഉണ്ണിയോടൊപ്പം നിനക്ക് പങ്കുചേരാൻ ഞാൻ നിന്നെ കൊണ്ടുപോകാം. കുഞ്ഞ്, നീ ഒന്ന് വാ. അമ്മ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക. അമ്മയുടെ കൈക്കുള്ളിലേക്ക് ചെന്ന് നിന്നേ. അമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കും. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ സ്നേഹത്താൽ മുഴുവനും നമ്മളെ നിറയ്ക്കും. ഉണ്ണിയെ പരിശീലിപ്പിച്ച പോലെ, ഉണ്ണിയെ പഠിപ്പിച്ച പോലെ, ഉണ്ണിയെ ശ്രദ്ധിച്ച പോലെ, ഉണ്ണിയെ വളർത്തിയ പോലെ നമ്മളെയും നമ്മുടെ അമ്മ വളർത്തും മക്കളെ. നമ്മളെ അമ്മ പരിശീലിപ്പിക്കും മക്കളെ. നമുക്ക് അമ്മ തരാനുള്ളത് മുഴുവനും തരും മക്കളെ. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കണ്ണടച്ച് ഒരു നിമിഷം സമർപ്പിച്ച്, ജന്മപാപമില്ലാത്ത നമ്മുടെ അമ്മയല്ലേ, അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടി അണയുന്നു. പാപികളാ ഞങ്ങളുടെ മേൽ അലിവാർന്നിരുന്ന് അവിടെ നിന്ന് അങ്ങേ തിരുക്കുമാറിനോട് ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയുടെയും നിങ്ങളുടെ ഈ ശുശ്രൂഷയുടെയും ഞങ്ങളുടെ തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ സകല കുടില തന്ത്രങ്ങളെയും അമ്മയുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് ഈ നിമിഷം തകർത്ത് കളയണമേ. കർത്താവായ ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ, കലഹങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ ആദ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. യേശുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ അഭിഭാഷയായിരിക്കണം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ഓ മറിയമേ, ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായും അമ്മയുടേത് മാത്രമാ. അമ്മേ, ഞങ്ങളെ സ്വന്തമായിട്ട് സ്വീകരിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രതിഷ്ഠാജപം എല്ലാവരും പരിപൂർണമായിട്ട് അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ കൂട്ടായ്മയിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചാണ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരണമെങ്കിൽ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഈ നിമിഷം ഈ പ്രതിഷ്ഠാജപം ആ കുടുംബം ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ചൊല്ലാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങേ എന്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ഇവിടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തെങ്കിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശാന്തമായ സ്വസ്ഥാനങ്ങളിലിരിക്കുക. പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിന്റെ വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 12ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. അച്ഛൻ എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹപൂർവ്വം അമ്മയുടെ പേരിൽ സ്വാഗതം ചെയ്യുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധ അമ്മ മാതാവ് കൃപ വിതരണം ചെയ്യുന്നവളാണ് എന്നതിനെ കുറിച്ചാണ്. പരിശുദ്ധ അമ്മ കൃപയുടെ വിതരണക്കാരി. ഇത് നമ്മൾ ആഴത്തിൽ അല്പം നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൃപ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന് ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ,
ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കണമെങ്കിൽ, ഒരു വ്യക്തിക്ക് മാതാപിതാക്കളെ സ്നേഹിക്കണമെങ്കിൽ, ഒരു വ്യക്തിക്ക് സഹോദരങ്ങളെ സ്നേഹിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ മറ്റുള്ളവരെയും ദൈവത്തെയും തന്നെയും സ്നേഹിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട കാര്യം കൃപ വേണം. ദൈവകൽപ്പന പാലിക്കാൻ കൃപ വേണം. വചനം ജീവിക്കാൻ കൃപ വേണം. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കൃപ വേണം. മക്കളെ വളർത്താൻ കൃപ വേണം. ജീവിത പങ്കാളിയുമായി പങ്കുവെക്കാൻ കൃപ വേണം. അയൽവക്കാരുമായി നല്ല ബന്ധം പോകാൻ കൃപ വേണം. പ്രിയപ്പെട്ടവരെ ക്ഷമിക്കാൻ കൃപ വേണം. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ കൃപ വേണം. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവന്റെ സകല കാര്യങ്ങളും നന്മയിലേക്കും വിശുദ്ധിയിലേക്കും ആത്മീയതയിലേക്കും വളരണമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട കാര്യം കൃപയാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ കൃപ നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തി മുറിവ് കൊടുക്കുന്ന വ്യക്തിയാകും. കൃപ നഷ്ടപ്പെടുമ്പോൾ ദൈവ കൽപ്പനകൾ പാലിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കൃപ നഷ്ടപ്പെടുമ്പോൾ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കൃപ നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങും. കൃപ നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തി ചെയ്യുന്ന പല കാര്യങ്ങളും പരാജയപ്പെടാൻ തുടങ്ങും. കൃപ നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തി നിരാശയിലേക്ക് കൂപ്പുകൊത്തും. അതുകൊണ്ടാണ് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ കൃപ എവിടുന്നാ മക്കളെ കിട്ടുക? കൃപ കിട്ടുന്ന കൃപയുടെ ഉറവിടം, ആ ഉറവിടം ആരാണ്? അത് ദൈവം തന്നെയാണ്. ഒരു സൃഷ്ടിക്കും പ്രിയപ്പെട്ടവരെ കൃപയുടെ ഉറവിടമാകാനായിട്ട് പറ്റില്ല. ഒരു സൃഷ്ട വസ്തുവിനും കൃപയുടെ ഉറവിടമാകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? ഓരോ സൃഷ്ട വസ്തുവിനും ഓരോ സൃഷ്ടിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കൃപയുടെ ഉപകരണമാകാനായിട്ട് പറ്റും. കൃപയുടെ ഉറവിടമാകാൻ പറ്റില്ല, മറിച്ച് ദൈവത്തിന്റെ കരുണയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയുടെ ഉപകരണമാകാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടി ദൈവം അനാദിയിലെ തെരഞ്ഞെടുത്ത്, അതും ഏറ്റവും പൂർണ്ണതയിൽ ദൈവ മക്കൾക്ക് മാനവരാശിക്ക് കൃപ കൊടുക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് പരിശുദ്ധ അമ്മ മാതാവ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ മക്കളെ മനസ്സിലാക്കണം, ഈ മാനവരാശിക്ക് പൂർണ്ണതയിൽ കുറവില്ലാതെ പൂർണ്ണതയിൽ സജീവമായിട്ട് എപ്പോഴും നിലനിൽക്കുന്ന രീതിയിൽ കൃപ വിതരണം ചെയ്യാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവ്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വാഴ്ത്തപ്പെട്ട റെയ്മണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യപ്രകാരമാണ്, ലോകത്തിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ എന്തൊക്കെ കൃപകൾ ഈ ഭൂമിയിൽ വിതരണം ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും പരിശുദ്ധ അമ്മ മാതാവിലൂടെയാ. വീണ്ടും അദ്ദേഹം ചേർത്ത് പറയുവാണ്, ലോക അവസാനം വരെ ഈ ലോകത്ത് എന്തുമാത്രം കൃപ വിതരണം ചെയ്യപ്പെടാനായിട്ട് പോകുന്നുണ്ടോ അതും പരിശുദ്ധ അമ്മ മാതാവിലൂടെ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവിനെ കൃപയുടെ വിതരണക്കാരിയായിട്ട് തെരഞ്ഞെടുക്കാനുള്ള കാരണം. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇത് ദൈവത്തിന്റെ വലിയൊരു നിശ്ചയമാണ്, ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ് പരിശുദ്ധ മറിയം കൃപയുടെ വിതരണക്കാരിയായി തീരണമെന്ന്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബെർണാഡ് പറയുന്ന കാര്യപ്രകാരമാണ്, ഈ ലോകത്തിലെ എല്ലാ കൃപകളും, ഈ ലോകത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവനും കൃപകള് ദൈവം വിതരണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധ മറിയം വഴി മാത്രമാണ്. അത് ദൈവത്തിന്റെ നിശ്ചയമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു വ്യക്തി കൃപ സ്വീകരിക്കാനായിട്ട്, കൃപ സമ്പാദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മറിയത്തിൽ അഭയം പ്രാപിക്കട്ടെ, മറിയത്തിൽ വന്നണയട്ടെ. ഇതാണ് വിശുദ്ധ ബെർണാഡ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, പിതാവായ ദൈവം, പുത്രനായ ഈശോ, പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ കൃപ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൃപ കൊടുക്കുന്ന വഴി, ആ കൃപ കൊടുക്കുന്ന മാർഗം എന്ന് പറയുന്ന ഉപകരണം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാ. നമ്മുടെ മക്കളെ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ടത് അമ്മയിലാ. തെറ്റായ മാർഗത്തിലൂടെ കടന്നു പോകുന്ന മകൻ, അവനൊരു മാറ്റം വേണം. അവൻ എന്താ ആവശ്യം? കൃപയാ. ആ കൃപ കിട്ടുന്ന വഴി എവിടെയാ? അമ്മയാ. ജീവിത പങ്കാളി തെറ്റായ രീതിയിൽ ജീവിക്കുക, ദുശീലത്തിന് അടിമപ്പെട്ട് കിടക്കുക, ആ വ്യക്തിയെ രക്ഷിക്കണം. ആ വ്യക്തി രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? കൃപ വേണം. ആ വ്യക്തിയെ സമർപ്പിക്കേണ്ട എവിടെയാ? അമ്മയിലാ. എന്ന് വെച്ചാൽ
ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ആ ജീവിതം മാറ്റിയെടുക്കണമെങ്കിൽ, വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, ആത്മീയതയിൽ വളരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് കൃപ വേണം. ആ കൃപ കിട്ടുന്ന വഴിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധി അമ്മ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മക്കളും പോയി അഭയം പ്രാപിക്കേണ്ടത് പരിശുദ്ധി അമ്മയിൽ അഭയം പ്രാപിച്ചാൽ കൃപയുടെ വിതരണക്കാരിയായ പരിശുദ്ധി അമ്മ വാരിക്കോരി കൃപ നമ്മുടെ ജീവിതത്തിൽ തരും മക്കളെ. പറഞ്ഞേ ഹല്ലേലൂയ, സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ദൈവം ഈ ലോകത്തിലെ സകല സൃഷ്ട വസ്തുവിനെയും, അല്ലെങ്കിൽ ദൈവം ഈ ഭൂമിയിലുള്ള സകല മക്കളെയും കൃപയുടെ വിതരണക്കാരിയാകാനായിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ അനേകര് ഈ കാണുന്ന വിളിയോട് എതിരായിട്ട് നിൽക്കുക. പക്ഷെ പരിശുദ്ധ മറിയത്തെ വിളിച്ചപ്പോൾ മറിയം ഏറ്റവും വിനയത്തോടെ ദൈവ തിരുമനസ്സിന് തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ചു. അതിന്റെ ഫലമായിട്ട് എന്താ? മറിയം ഇന്നും സജീവമായിട്ട് കൃപ വിതരണം ചെയ്യുന്ന വ്യക്തിയായി ഇപ്പോഴും മാറിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവ് സ്വീകരിച്ച പോലെ കൃപ ഇതുപോലെ സ്വീകരിച്ച ഒരു വ്യക്തി ഈ ലോകത്തിലില്ല. പരിശുദ്ധ അമ്മ മാതാവ് കൃപ വിതരണം ചെയ്യുന്ന പോലെ ഈ ലോകത്തിൽ ആർക്കും വിതരണം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതേ അളവിൽ അത്രമാത്രമായിട്ട് ഈ ലോകത്തിൽ കൃപ സ്വീകരിച്ച വ്യക്തി ഈ ലോകത്തിൽ ആരുമില്ല മക്കളെ. ഈ ഭൂമിയിൽ എന്തുമാത്രം കൃപ പ്രദാനം ചെയ്യണമെന്നുണ്ടോ ആ കൃപകൾ മുഴുവനും പ്രദാനം ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. കാരണം പരിശുദ്ധ അമ്മയിൽ അത്രമാത്രം കൃപയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമുക്ക് ഏത് മേഖലയിലാണ് രക്ഷപ്പെടേണ്ടേ? എവിടെയാ മാറ്റം വരണ്ടേ? നമ്മൾക്ക് എവിടെയാ ഒരു ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാകണ്ടേ? അത് വേണമെങ്കിൽ നമ്മൾ എവിടെ ചെന്നാൽ മതി? അമ്മയുടെ അടുത്ത് ചെന്നാൽ മതി. ഇന്ന് അനേകർ ഒത്തിരി വിഷമിക്കുന്നില്ലേ? പല കാര്യങ്ങളും ശരിയാകുന്നില്ല, പല കാര്യങ്ങളും മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല, പലരുടെയും മാനസാന്തരം നടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കൃപയില്ലെങ്കിൽ ഒരു കാര്യവും ശരിയായി എടുക്കാൻ പറ്റില്ല, മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില തീരുമാനമെടുക്കും, പക്ഷെ ജീവിക്കാൻ പറ്റില്ല. എന്ത് വേണം? കൃപ വേണം. കൃപ കിട്ടുന്ന സ്ഥലം എവിടെയാ? അമ്മയിലാ. അപ്പൊ അമ്മയിൽ എല്ലാ കൃപയും നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ ആ അമ്മയിൽ അഭയം പ്രാപിക്കുമ്പോൾ ആ കൃപ മുഴുവനും നമുക്ക് കിട്ടുക മക്കളെ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ മറിയത്തിലൂടെ വേണം ഓരോ ക്രൈസ്തവനും കൃപ യാചിക്കാൻ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന്റെ കരുണയിൽ വിശ്വാസവും പ്രത്യാശയും ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും അയോഗ്യരായ നമ്മൾ കൃപ യാചിക്കണമെങ്കിൽ അയോഗ്യതയല്ലാത്ത മറിയത്തിൽ എന്ന് വെച്ചാൽ യോഗ്യതയുള്ള മറിയത്തിലൂടെ കൃപ യാചിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ അയോഗ്യത പരിഹരിച്ചുകൊണ്ട് മറിയം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കായിട്ട് യാചിക്കുകയും ദൈവത്തിൽ നിന്ന് കൃപ മുഴുവനും നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കൾ പറയുന്ന കാര്യമുണ്ട്, ഒരു വ്യക്തി ദൈവത്തിന്റെ കരുണ ലഭിക്കണമെങ്കിൽ, ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ കൃപ കിട്ടണമെങ്കിൽ ആ വ്യക്തി ആദ്യം അഭയം പ്രാപിക്കേണ്ടതും മാധ്യസ്ഥം തേടേണ്ടതും ദൈവത്തിന്റെ പരിശുദ്ധ അമ്മയിലായിരിക്കണം. എന്ന് വെച്ചാൽ പരിശുദ്ധ മറിയത്തിന് ദൈവത്തെക്കാൾ കൂടുതൽ കൃപയുണ്ടായിട്ടല്ല, ദൈവത്തെക്കാൾ കൂടുതൽ കരുണ പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിട്ടല്ല, മറിച്ച് ഈശോ പരിശുദ്ധ അമ്മയെ മാനിക്കുന്നതും പരിശുദ്ധ അമ്മയെ ആദരിക്കുന്നതും പരിശുദ്ധ അമ്മയ്ക്ക് ബഹുമാനം കൊടുക്കുന്നതും ഈ മാർഗത്തിലൂടെയാണ്, ഈ പ്രവൃത്തിയിലൂടെയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അമ്മയിൽ അഭയം പ്രാപിക്കുമ്പോഴും ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് അമ്മയിൽ അഭയം പ്രാപിക്കുമ്പോഴും അമ്മ മാതാവ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഇത് മുഴുവനും ദൈവ മക്കൾക്കായിട്ട് വാങ്ങിച്ചു നൽകിയ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കുഞ്ഞു കാര്യം കൂടിയുണ്ട്. പരിശുദ്ധ അമ്മ രണ്ട് തലത്തിൽ നിന്നാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഒന്ന്, ദൈവമാതാവ് എന്ന രീതിയിൽ. രണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും അമ്മ എന്ന നിലയിൽ. ദൈവമാതാവിന്റെ പ്രത്യേകത എന്താ? ദൈവത്തിൽ നിന്ന് കൃപ മുഴുവനും സ്വീകരിക്കുന്നു. നമ്മുടെ അമ്മ എന്ന നിലയിൽ അമ്മ ചെയ്യുന്ന കാര്യം എന്താ? ആ കൃപ മുഴുവനും നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മയും മകനും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? മക്കൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് മുഴുവനും അമ്മ നൽകിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മളെ സംബന്ധിച്ചും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപ അല്ലെങ്കിൽ ദൈവമാണ് കൃപയുടെ ഉറവിടമെങ്കിൽ ആ കൃപ മുഴുവനും വിതരണം ചെയ്യുന്നത് പരിശുദ്ധ അമ്മ മാതാവിലൂടെയാണ്. ജീവന്റെ ഉറവിടം ദൈവമാ. പക്ഷെ ആ ജീവൻ നമ്മൾ നേടിയെടുത്തത് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയിൽ നിന്നാ.
ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, കൃപയുടെ ഉറവിടം ദൈവമാണ്. പക്ഷെ ആ കൃപ മുഴുവനും നമുക്ക് കിട്ടുന്നത് പരിശുദ്ധ അമ്മ മാതാവിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ അമ്മയെ മാനിക്കുന്നതും നമ്മൾ അമ്മയെ ആദരിക്കുന്നതും നമ്മൾ അമ്മയെ ബഹുമാനിക്കുന്നതും ഈ അമ്മയിൽ നമ്മൾ മക്കളായിട്ട് നിന്നുകൊണ്ട് അഭയം പ്രാപിക്കുന്നതിലൂടെയാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജർമാനൂസ് പറയുന്ന കാര്യമുണ്ട്, ഈ ഭൂമിയിൽ ഒരു വ്യക്തി ദൈവത്തെ അറിയുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയിലൂടെയാ. ഈ ഭൂമിയിൽ ഒരാൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയിലൂടെയാ. ഈ ഭൂമിയിൽ ഒരു വ്യക്തി ദൈവകൃപ മേടിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയിലൂടെയാ. ഈ ലോകത്ത് ഒരു വ്യക്തി ദൈവത്തിന്റെ കരുണ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയിലൂടെയാ. ഈ ലോകത്ത് ഒരു വ്യക്തി വലിയ അപകടങ്ങളിൽ നിന്നും മാറി രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയിലൂടെയാ. ഈ ലോകത്ത് ഒരു വ്യക്തി പാപത്തിൽ നിന്നും ജഡത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയിലൂടെ. കാരണം അമ്മയുടെ മാധ്യസ്ഥവും അമ്മയുടെ സഹായവുമാണ് ഈ ലോകത്തിലെ മുഴുവനും ദൈവമക്കളെ രക്ഷിക്കുന്നത് എന്ന് വിശുദ്ധ ജർമാനൂസ് വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ വിശുദ്ധ ബെർണാഡ് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ടതാ. ഒരു വ്യക്തി കൃപ ഇതുപോലെ ഒഴുക്കി തരണമെങ്കിൽ ആ വ്യക്തിയിൽ കൃപ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്കറിയാം, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിക്ക് നമ്മുടെ വീട്ടിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടും. ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ കിട്ടും. അത് അവിടെ നിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഉള്ളവർ അവിടെ എപ്പോഴും നിറച്ചു കൊണ്ടിരിക്കണം. ഇതുപോലെ തന്നെയാ പറയുന്നത്. വിശുദ്ധ ബെർണാഡ് പറയുവാണ്, പരിശുദ്ധ അമ്മയിൽ കൃപ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുകൊണ്ട് അമ്മയുടെ ചാലിലൂടെ സകല കൃപകളും ദൈവമക്കൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബനവഞ്ചർ പറയുന്ന ഒരു കാര്യപ്രകാരമാണ് പരിശുദ്ധ അമ്മ സൂര്യനും ഭൂമിക്കും ഇടയിൽ നിൽക്കുന്ന ചന്ദ്രനാണെന്ന്. ചന്ദ്രൻ ചെയ്യുന്ന പ്രത്യേക കാര്യം എന്താ? ചന്ദ്രൻ ചെയ്യുന്നത് സൂര്യനിൽ നിന്നും പ്രകാശം മുഴുവനും സ്വീകരിച്ചിട്ട് അത് ഭൂമിയിലുള്ള ദൈവമക്കൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പ്രകാശം ചൊരിയുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ചെയ്യുന്നത് എന്താ? നീതി സൂര്യനായിട്ടുള്ള യേശുവിൽ നിന്നും കൃപ മുഴുവനും സ്വീകരിച്ചുകൊണ്ട് ഈ പരിശുദ്ധ അമ്മ മാനവരാശിക്ക് മുഴുവനും കൊടുക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ബനവഞ്ചർ പറയുന്ന മറ്റൊരു കാര്യം, പരിശുദ്ധ അമ്മ സ്വർഗ കവാടമാ. ഈ കവാടത്തിലൂടെ മുഴുവനും കൃപകള് ഭൂമിയിലേക്ക് ചൊരിയുന്നു. ഈ ഭൂമിയിലുള്ള ദൈവമക്കൾ മുഴുവനും ഈ കവാടത്തിലൂടെ പരിശുദ്ധ അമ്മയാകുന്ന സ്വർഗ കവാടത്തിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ലയോ 13 മാർപ്പാപ്പ പറയുന്നു, പരിശുദ്ധ കന്യകയിലൂടെയാണ് സകല മക്കൾക്കും യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം കിട്ടുക. പരിശുദ്ധ അമ്മയിലൂടെയാണ് ദൈവത്തിന്റെ കരുണ കിട്ടുക. പരിശുദ്ധ അമ്മയിലൂടെയാണ് യഥാർത്ഥ ദൈവിക ദാനങ്ങൾ കിട്ടുക. പരിശുദ്ധ അമ്മയിലൂടെയാണ് ഓരോ ദൈവമക്കളും രക്ഷപ്പെടുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ അഭയം പ്രാപിക്കുമ്പോൾ ആ വ്യക്തിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സകല കൃപകളും കിട്ടുമെന്ന്. ജ്ഞാനം വേണ്ട മക്കളെ, രക്ഷ പ്രാപിക്കേണ്ട മക്കളെ, ദൈവത്തിന്റെ കൃപ കിട്ടേണ്ട മക്കളെ, ദൈവത്തിന്റെ ദാനം സ്വന്തമാക്കേണ്ട മക്കളെ, നമ്മൾ എവിടെ ചെല്ലണം? പരിശുദ്ധ അമ്മയിലേക്ക് ചെന്നേ. ഒരു കുഞ്ഞിവാവ തൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് എന്തൊക്കെ ചോദിക്കുന്നോ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അമ്മ നൽകുന്ന പോലെ, പ്രിയപ്പെട്ടവർ, നമ്മൾ അമ്മയുടെ അടുത്ത് പോയി നിന്നാ മതി. അമ്മയുടെ മുമ്പിൽ പോയി ഒന്ന് യാചിച്ചാ മതി. അമ്മയിൽ നിന്ന് അഭയം പ്രാപിച്ചാ മതി. മക്കളെ, നമുക്ക് എന്താണോ ആവശ്യം അത് മുഴുവൻ അമ്മ തരുന്നേ. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, കൃപ നൽകുക മാത്രമല്ല അമ്മ ചെയ്യുന്നേ, കൃപയുടെ ദാതാവിനെ കൂടി നൽകിയത് പരിശുദ്ധ അമ്മയാ. രക്ഷ മാത്രം നൽകിയ, അല്ലെങ്കിൽ രക്ഷ നൽകാനുള്ള ഒരു ഉപാധി മാത്രമല്ല അമ്മ, മറിച്ച് രക്ഷകനെ പ്രദാനം ചെയ്തത് പരിശുദ്ധ അമ്മയാ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധർ പറയുന്ന കാര്യം, പരിശുദ്ധ അമ്മ കൃപയുടെ വിതരണക്കാരി മാത്രമല്ല, രക്ഷയുടെ മധ്യസ്ഥ കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയണമെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈശോ ഈ ഭൂമിയിലേക്ക്, രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ രക്ഷകന്റെ അനന്ത യോഗ്യതയാലാണ് ഓരോ ദൈവമക്കൾക്കും കൃപ കിട്ടുന്നത്. അപ്പൊ രക്ഷകനെ ഈ ഭൂമിയിലേക്ക് പരിശുദ്ധ അമ്മയാണ് കൊണ്ടുവന്നെങ്കിൽ ആ രക്ഷകന്റെ കൃപ മുഴുവനും, രക്ഷകനിൽ നിറഞ്ഞു നിൽക്കുന്ന കൃപ മുഴുവനും വരുന്നതും പരിശുദ്ധ അമ്മയിലൂടെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധർ പറയുന്നു, മറിയത്തിന്റെ മാധ്യസ്ഥം രക്ഷയ്ക്ക് അത്രമാത്രം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൊനവഞ്ചർ ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുവൻ എത്രത്തോളം മറിയത്തിന്റെ സഹായം അവഗണിക്കുന്നുവോ അത്രത്തോളം രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൃപകൾ നേടിയെടുക്കാൻ വിഷമകരമാണ്.
കേട്ടോ മക്കളെ, ഒരു വ്യക്തി എത്രത്തോളം ഈ കാണുന്ന മറിയത്തെ അവഗണിച്ചോ ആ വ്യക്തിക്ക് അത്രമാത്രം രക്ഷ പ്രാപിക്കാനുള്ള കൃപ നേടിയെടുക്കാൻ വിഷമകര. രക്ഷപ്പെടണ്ടേ, മക്കളെ രക്ഷിക്കണ്ടേ, നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കണ്ടേ, ജീവിത പങ്കാളിയെ രക്ഷിക്കണ്ടേ, പ്രായമായവരെ രക്ഷിക്കണ്ടേ? പ്രിയപ്പെട്ടവർ, ചെയ്യേണ്ട കാര്യം അമ്മയ്ക്ക് സമർപ്പിച്ച് നമ്മൾ അമ്മയെ ഒരിക്കലും അവഗണിക്കല്ലേ, അമ്മയെ ഒരിക്കലും ഉപേക്ഷിക്കല്ലേ മക്കളെ. അമ്മയ്ക്ക് സമർപ്പിച്ചാൽ അമ്മ ഇത് മുഴുവനും നമുക്ക് സാധിച്ചു തരും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട വിശുദ്ധ ബെർണാഡിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഓ നാഥേ, എല്ലാ കൃപയുടെയും വിതരണക്കാരി അങ്ങായതുകൊണ്ട് അങ്ങയുടെ കരങ്ങളിലൂടെ രക്ഷ ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. വീണ്ടും പ്രിയപ്പെട്ടവരെ, മിസ്റ്റർ റെയ്മണ്ട് പറയുന്ന കാര്യപ്രകാരമാണ്, പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ രക്ഷ അങ്ങയുടെ കൈകളിലാകുന്നുവല്ലോ. വീണ്ടും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൊനവെഞ്ചർ പറയുന്ന ഒരു കാര്യം, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ രക്ഷയാണ് പരിശുദ്ധ മറിയം. വിശുദ്ധ ജർമാനൂസ് പറയുന്ന കാര്യം ഇതാണ്, ഓ പരിശുദ്ധ മറിയമേ, നിന്നിലൂടെ അല്ലാതെ ആരും രക്ഷപ്പെടുന്നില്ല. ലയോ 13 മാർപ്പാപ്പ പറയുന്ന കാര്യപ്രകാരമാണ്, ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മയിലൂടെയാണ് സകല കൃപകളും കടന്നു വരുന്നത്, ഒപ്പം രക്ഷയും. എന്ന് വെച്ചാൽ മനുഷ്യന് രക്ഷ കിട്ടുന്നതും മനുഷ്യന് കൃപ കിട്ടുന്നതും മനുഷ്യന് കരുണ കിട്ടുന്നതും പരിശുദ്ധ അമ്മ വഴിയാ. അതുകൊണ്ടാണ് വിശുദ്ധര് പറഞ്ഞു വെക്കുന്നതും മാർപ്പാപ്പമാര് പറഞ്ഞു വെക്കുന്നതും, മക്കളെ, പരിശുദ്ധ അമ്മയിൽ അഭയം തേടിക്ക്, സകല കൃപയും നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ മാതാവ് തരും. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എവിടെ പാപം വർദ്ധിച്ചോ അവിടെ കൃപയും വർദ്ധിക്കും. ഈ അന്ത്യകാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പാപം അതുപോലെ വർദ്ധിച്ചേക്കുക. ഈ പാപം ഇതുപോലെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൃപയും അതുപോലെ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ അഭയം പാടണം? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവിൽ. അതുകൊണ്ട് നമുക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാനായിട്ട് ഓരോ വ്യക്തിയും തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മിസ്റ്റർ ബെർണാഡിൻ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിന്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാ. എന്തുകൊണ്ട്? ഇവിടെ നമ്മുടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ് പ്രിയപ്പെട്ടവരെ. കൃപ കണ്ടെത്തിയവൾ. ഒരു കാര്യം കണ്ടെത്തണമെങ്കിൽ എന്താ? ഒന്നെങ്കിൽ നഷ്ടപ്പെട്ടതാണ് കണ്ടെത്താൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ലാത്തതാണ് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ പരിശുദ്ധി അമ്മ കൃപ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടത് എന്തോ കണ്ടെത്തി. എങ്ങനെയാ നഷ്ടപ്പെട്ടെ? ആദ്യ മാതാപിതാക്കളിലൂടെ നഷ്ടപ്പെട്ട മുഴുവനും കാര്യങ്ങൾ പരിശുദ്ധി അമ്മയിലൂടെ അമ്മ കണ്ടെത്തി. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് മുഴുവനും തിരിച്ചു തരാൻ ശക്തിയുള്ള പരിശുദ്ധ മറിയത്തിൽ ഒരു വ്യക്തിയെ അഭയം പ്രാപിക്കുമ്പോൾ ആ നഷ്ടപ്പെട്ട കൃപ മുഴുവനും അമ്മ അതിനേക്കാളും കൂടുതലായിട്ട് തരുവാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഇപ്രകാരം ബെർണാഡ് പറയുന്നു, നാം കൃപയാചിക്കണം, അത് മറിയം വഴിയായിരിക്കണം, അവളാണ് കൃപയുടെ കണ്ടുപിടുത്തക്കാരി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് മിസ്റ്റർ റിച്ചാർഡ് പറയുന്ന ഒരു കാര്യം ഇതാണ്, നാം കർത്താവിൽ നിന്ന് കൃപ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമുക്കായി കണ്ടെത്തി സൂക്ഷിക്കുന്ന മറിയത്തിന്റെ അടുക്കലേക്ക് നമുക്ക് പോകാം. വീണ്ടും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അന്തോണീസ് പറയുന്ന കാര്യം ഇതാണ്, പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥത വഴിയല്ലാതെ ആരെല്ലാം കൃപ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവർ ചിറകുകൾ കൂടാതെ പറക്കാൻ ശ്രമിക്കുന്ന പോലെ ഉള്ള വ്യക്തിയായിരിക്കും. എന്ന് വെച്ചാൽ കൃപ കിട്ടണോ മക്കളെ? വിശുദ്ധര് മുഴുവനും പറഞ്ഞു വെക്കുന്ന കാര്യം, മക്കളെ, അമ്മയിലേക്ക് വാ. അന്ത്യകാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിശപ്പും ദാഹവും എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ കൃപയ്ക്ക് വേണ്ടിയായിരിക്കും. ഈ കൃപ എന്തുമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്താ. എന്ന് വെച്ചാൽ ഇപ്രകാരമാണ് വിശുദ്ധര് പറഞ്ഞു വെച്ചിരിക്കുന്നത്, മാനവരാശിയെ അതിശയിപ്പിക്കുന്ന, സാത്താനെ അതിശയിപ്പിക്കുന്ന, സഭയെ അതിശയിപ്പിക്കുന്ന കൃപയാണ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന. അന്ത്യകാലഘട്ടത്തിൽ ഈ കൃപയ്ക്കായിട്ട് ആരൊക്കെ യാചിക്കുന്നോ അവരിലേക്ക് പരിശുദ്ധ അമ്മ വാരിക്കോരി കൃപകൾ മുഴുവനും കൊടുക്കുന്ന. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കി, പരിശുദ്ധ അമ്മയാണ് കൃപ വിതരണം ചെയ്യുന്നത്, പരിശുദ്ധ അമ്മയാണ് രക്ഷകനെ നമുക്ക് നൽകിയത്. ഒന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ അമ്മ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷയിലേക്ക് അല്ലെങ്കിൽ രക്ഷകനിലേക്ക് പോകാനുള്ള വഴി കൂടിയാ. പരിശുദ്ധ അമ്മ രക്ഷകനിലേക്ക് പോകാനുള്ള വഴിയാ.
നമ്മൾ പരിശുദ്ധ വചനത്തിൽ കാണുന്നുണ്ട് വഴിയും സത്യവും ജീവനും ക്രിസ്തുവാണെന്ന്. എന്നാൽ ക്രിസ്തുവിലേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്ന കാര്യപ്രകാരമാണ്, ഫലമാഗ്രഹിക്കുന്നവൻ വൃക്ഷത്തെ സമീപിക്കണം, ഉദരഫലമായി ഈശോയെ ലഭിക്കാൻ വൃക്ഷമായ പരിശുദ്ധ മറിയത്തിൽ അഭയം തേടണം. അപ്പൊ പരിശുദ്ധ മറിയം നമുക്ക് സ്വർഗത്തിലേക്കുള്ളൊരു വഴി കാണിച്ചു തരികയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുമായിട്ട് നമ്മളെ ഐക്യപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ മറിയമാ. പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കാനായിട്ട് എപ്പോഴും സഹായിക്കുന്ന പരിശുദ്ധ മറിയമാ. ഒരു വ്യക്തി പരിശുദ്ധ മറിയത്തിലേക്ക് അഭയം തേടുമ്പോൾ, പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിലേക്ക് ചേരുമ്പോൾ, തൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ മറിയം നമുക്ക് നൽകിയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഓരോ വ്യക്തിയും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനായിട്ട് ദൈവമക്കളോട് സഭ ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാൻ പറ്റും, പെന്തക്കുസ്ത തിരുനാളില് പരിശുദ്ധി അമ്മയില് കൃപയോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവോ ഇല്ലാഞ്ഞിട്ടല്ല പരിശുദ്ധി അമ്മ അവിടെ ചെന്ന്. പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥവും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പെന്തക്കുസ്ത അനുഭവം, പരിശുദ്ധ അഭിഷേകം ഇറങ്ങി വരാനായിട്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ പെന്തക്കുസ്തായില് പരിശുദ്ധി അമ്മ പോയി നിൽക്കാനുള്ള കാരണം. ഇന്ന് സഭയെ നയിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാ. ഈ പരിശുദ്ധാത്മാവ് ഏത് രീതിയിലാണ് സഭയെ നയിക്കുന്നത്? അത് പരിശുദ്ധ മറിയത്തിലൂടെയാ. അതുകൊണ്ടാണ് വിശുദ്ധ ബനവഞ്ചർ പറയുന്നു, ഒരു വ്യക്തി പരിശുദ്ധി അമ്മ മാതാവിനെ ശ്വസിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാണ്. ഈ സത്യാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന, സഭയെ പഠിപ്പിക്കുന്ന പരിശുദ്ധ മറിയത്തിലൂടെയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃപ ആവശ്യമുണ്ടോ? സഭയ്ക്ക് കൃപ ആവശ്യമുണ്ടോ? സഭാധികാരികൾക്ക് കൃപ ആവശ്യമുണ്ടോ? കുടുംബത്തിന് കൃപ ആവശ്യമുണ്ടോ? യുവജനങ്ങൾക്ക് കൃപ ആവശ്യമുണ്ടോ? അവർ പരിശുദ്ധ അമ്മയിൽ അഭയം പ്രാപിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിക്കേ, കൃപയുടെ ഉറവിടം ദൈവമാ. കൃപ വിതരണം ചെയ്യുന്നത് അമ്മയിലൂടെയാ. രക്ഷയുടെ ഉറവിടം ക്രിസ്തുവാ. രക്ഷ വിതരണം ചെയ്യുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയിൽ ആരൊക്കെ അഭയം തേടിക്കോ, ഈ അമ്മയിൽ ആരൊക്കെ ചേർന്ന് നിൽക്കാൻ തുടങ്ങിക്കോ, ആ വ്യക്തികൾ മുഴുവനും കൃപയും രക്ഷയും പ്രാപിക്കും. അതോടൊപ്പം തന്നെ നമ്മളെ ഈശോയിലേക്ക് നയിക്കുന്ന വഴി എന്ന് പറയുന്നത് പരിശുദ്ധ മറിയമാ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഈ മറിയത്തിൽ അഭയം തേടിക്കേ നമുക്ക് ക്രിസ്തുവിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. പരിശുദ്ധാത്മാവുമായി നമ്മളെ ഐക്യപ്പെടുത്തുന്ന വ്യക്തി പരിശുദ്ധ മറിയമാ. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തിയാൽ നമ്മൾ നിറയപ്പെടാൻ തുടങ്ങും. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നെങ്കിലും നയിക്കുന്ന വഴി എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മയാ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയിലൂടെ കിട്ടുന്ന ഓരോ സന്ദേശങ്ങളും സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സ്വർഗത്തിലും എത്തിച്ചേരാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ നിമിഷം പരിശുദ്ധി അമ്മ മാതാവ് നൽകുന്ന സന്ദേശമുണ്ട്. ആ സന്ദേശം ശ്രദ്ധയോടെ കേൾക്കണം. എന്താണ് അമ്മ എന്നോട് പറയുന്നത്? എന്നെ കുഞ്ഞുങ്ങളോട് ഓരോരുത്തരോട് അമ്മ എന്താണ് പറയുന്നത്? ആ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ പുണ്യങ്ങളാണ് അഭ്യസിക്കേണ്ടത് അത് നമുക്ക് ശ്രദ്ധിക്കാം. അതിനോടൊപ്പം തന്നെ പരിശുദ്ധി ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ഈശോ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എൻ്റെ വിമല ഹൃദയം നൽകുന്ന വാഗ്ദാനങ്ങൾ നിങ്ങൾ വഴി പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കുക. പിതാവായ ദൈവം ലോകത്തിന് നൽകുന്ന സമാധാനം എൻ്റെ മഹാവിജയത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യമായി ഞാൻ നിങ്ങൾക്ക് ആന്തരിക സമാധാനം നൽകട്ടെ. ബാഹ്യമായി സമാധാനം പ്രതിഫലിപ്പിക്കുവാൻ സമാധാനം ആത്മാവിൽ ഉണ്ടായിരിക്കണം. സമാധാനത്തിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ വിജയിക്കാൻ നിങ്ങൾ ജപമാല കയ്യിലെടുക്കുവിൻ. ഒന്നായുള്ള ജപമാല പ്രാർത്ഥനയിൽ ദൈവപിതാവിൻ്റെ ഹൃദയം അലിയും. കാരണം ജപമാല നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എടുത്തു കാണിക്കുന്നു. ഇന്നത്തെ യുവജനങ്ങളെ സമർപ്പിക്കുവിൻ. എൻ്റെ വിജയത്തിൻ്റെ ഭാവി അവരിലാണ്. ഭാവി തലമുറകൾക്കായി സഭയ്ക്ക് പുതുജീവൻ നൽകി സഭയെ ഉദ്ധരിക്കുന്നത് അവരാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ മുന്നറിയിപ്പ് തരട്ടെ. മനുഷ്യകുലത്തിൻ്റെ തിന്മകൾക്ക് പരിഹാരം ചെയ്യാതിരുന്നാൽ നിങ്ങൾ നാശത്തിൽ വീഴും. പരിശുദ്ധാത്മാവ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആത്മാവിനാൽ നിങ്ങൾ വീണ്ടും നയിക്കപ്പെടട്ടെ. എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ വാസം ഉറപ്പിക്കും. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, നാശത്തിൻ്റെ ആരംഭം കുറിക്കാനല്ല ഞാൻ വരുന്നത്, നിങ്ങൾക്ക് ഉറപ്പ് തരാനാണ് ഞാൻ വരുന്നത്. ഈ ഉറപ്പ് എൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുമെന്നും
ദൈവകൃപ നിങ്ങളിൽ വർഷിക്കപ്പെടും എന്നുമാണ്. ഇവയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒന്നു ചേർക്കാം. ദൈവപിതാവിനെ അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ നിറയും, ആവസിക്കും. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം എന്തൊരാനന്ദം. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ അണയുന്നിതാ. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ അണയുന്നിതാ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കും. എല്ലാവരും ഒന്ന് ചേർന്ന് ആരാധിക്കാമോ? എന്തൊരാനന്ദം അമ്മയോടൊപ്പം ആനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം എന്തൊരാനന്ദം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി എല്ലാ ദൈവമക്കളും നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിച്ച്, നമ്മുടെ കുടുംബത്തെ ഒന്ന് സമർപ്പിച്ച്, നമ്മുടെ മാതാപിതാക്കള്, സഹോദരങ്ങള്, കുഞ്ഞുങ്ങള്, തലമുറകള്, മരിച്ചുപോയവരെ ഒക്കെ നമ്മൾ സമർപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മുഴുവനും മക്കളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈ നിമിഷം ഈ ദിവികാരുണ്യ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, അപ്പാ കരുണയായിരിക്കണേ അപ്പാ, കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ അപ്പാ, കൃപയുടെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണേ അപ്പാ, കൃപയുടെ വിതരണക്കാരിയായ അമ്മയിൽ അഭയം പ്രാപിക്കാനുള്ള കൃപ നൽകണേ അപ്പാ, അനുഗ്രഹിക്കണേ അപ്പാ, അഭിഷേകം നൽകണേ അപ്പാ, രക്ഷ നൽകണേ അപ്പാ, ശക്തിപ്പെടുത്തണേ അപ്പാ, ഉണർത്തണേ അപ്പാ, ജ്വലിപ്പിക്കണേ അപ്പാ. എല്ലാമുണ്ടെന്നോർത്ത് ശക്തർ വീണിടുമ്പോൾ ദുർബലരെ ദൈവം ഉയർത്തിയിടുന്നു. എല്ലാമുണ്ടെന്നോർത്ത് ശക്തർ വീണിടുമ്പോൾ ദുർബലരെ ദൈവം ഉയർത്തിയിടുന്നു. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം എന്തൊരാനന്ദം എന്തൊരാനന്ദം. പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റി കൃപയാൽ ഞങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ ആരംഭത്തിൽ നമുക്ക് പുണ്യം അഭ്യസിക്കാനുള്ള കൃപ നമുക്ക് കിട്ടണം. കൃപയാലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ 12-ാം ദിവസത്തിൽ പ്രവേശിക്കുമ്പോഴും നമുക്ക് പുണ്യം അഭ്യസിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. ഒരു കാരണം കൃപയുടെ കുറവാ.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കൃപ നമുക്ക് വേണം. ഇതിനായിട്ട് നമുക്ക് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വഴി നമ്മൾ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാരണം ദൈവം ഈ ഭൂമിയിൽ കൃപ വിതരണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധി അമ്മയിലൂടെ മാത്രമാണ്. ആ അമ്മയിൽ അഭയം പ്രാപിക്കാനാ ദൈവം വെളിപ്പെടുത്തിയിരിക്കുക. ഈ നിമിഷം നമുക്ക് പരിശുദ്ധി അമ്മയുടെ കയ്യിലേക്ക് മുറുക്കി ഒന്ന് പിടിക്കാം. അമ്മയോട് പറയാം, അമ്മേ, ഞാൻ പാപിയാ, എനിക്ക് പറ്റുന്നില്ല അപ്പ. എൻ്റെ അമ്മേ, എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ കൊതിയുണ്ട്, പക്ഷെ ഞാൻ വീണ് വീണ് പോകുക. പുണ്യം ഓരോ ദിവസവും അഭ്യസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല, ഞാൻ വീണു പോകുക. എൻ്റെ ജീവിത പങ്കാളിയുടെ സ്വഭാവം ഇപ്രകാരമാണെങ്കിലും ആ വ്യക്തി എനിക്ക് കുറച്ചും കൂടി ഒന്ന് സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. എനിക്കൊന്ന് ആത്മാർത്ഥമായി മിണ്ടാൻ പോലും പറ്റുന്നില്ല. എൻ്റെ മക്കള് ഇങ്ങനെയൊക്കെ കാണിച്ചെങ്കിലും അവരെ കുറച്ചും കൂടി സ്നേഹിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. എൻ്റെ അമ്മായിപ്പനോടും അമ്മായിമ്മയോടും എൻ്റെ മരുമകളോടൊക്കെ എനിക്ക് കുറച്ചും കൂടി ഒന്ന് ആത്മാർത്ഥമായിട്ട് സംസാരിക്കാനും സ്നേഹിക്കാനും ആഗ്രഹമുണ്ട് ഉള്ളില്, പക്ഷെ പറ്റുന്നില്ല. അമ്മ, എൻ്റെ അവസ്ഥ അറിയാലോ അമ്മ, ഞങ്ങളുടെ എല്ലാം നൊമ്പര അറിയാലോ അമ്മ. ഞങ്ങൾക്കായിട്ട് ഈ നിമിഷം ഒന്ന് മാധ്യസ്ഥം വഹിക്കണം. ഞങ്ങൾക്ക് കൃപ വേണം അമ്മേ. അമ്മ, ഞങ്ങൾക്ക് കൃപ വേണം. പ്രത്യേകിച്ച് ഈ പുണ്യങ്ങൾ മുഴുവനും വിശ്വാസം എന്ന പുണ്യം, ദൈവശരണം, ദൈവസ്നേഹം, എളിമ, ക്ഷമ, അരൂപിയിൽ നിലനിൽപ്പ്, അനുസരണം, ഈ പുണ്യങ്ങളൊക്കെ ഞങ്ങളുടെ ആത്മാവിൽ ജനിക്കാൻ, വളരാൻ, വർദ്ധിക്കാൻ, ഫലം ചൂടാൻ അമ്മ അതിനൊരു കൃപ ഈ നിമിഷം ഞങ്ങൾക്ക് നൽകണേ. രണ്ട് കരകളെ യാചനയോടെ പിടിച്ച് അമ്മയുടെ മുന്നിൽ ആരൊക്കെ ആഗ്രഹിച്ച് നിലവിളിച്ചോ മക്കളെ, അമ്മ അവർക്ക് തരും. അമ്മ അവർക്ക് തരും മക്കളെ. രണ്ട് കരകൾ യാചനയോടെ പിടിച്ച് അമ്മേ, കൃപ തന്നെ എന്നെ അനുഗ്രഹിക്കണമേ, ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഒരു അഭിഷേകം എനിക്ക് തരണമേ എന്ന് ഉള്ളുരുകി ഓരോ മക്കളും ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ചേ. സ്നേഹിക്കുവാൻ നിൻ കൃപ വേണം, സഹിച്ചിടുവാൻ നിൻ കൃപ വേണം, ക്ഷമിച്ചിടുവാനും ത്യജിച്ചിടുവാനും യേശുവേ നിൻ കൃപ വേണം. കൃപ വേണമേ, കൃപ വേണം, കൃപ വേണം, യേശുവേ നിൻ കൃപ വേണം. കൃപ വേണം, കൃപ വേണം, യേശുവേ നിൻ കൃപ വേണം. കൃപയില്ലെങ്കിൽ ഞാനില്ല, ഞാനെന്താണോ കൃപയാണ്. കൃപ വേണം മക്കളെ, കൃപ വേണം. അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞേ, യേശുവേ ഈശോയിൽ നിന്ന് കൃപ എനിക്ക് മേടിച്ചു താമേ. ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ, ഒന്ന് എളിമയോടെ ജീവിക്കാൻ, പരിശുദ്ധിയോടെ ജീവിക്കാൻ, പ്രമാണങ്ങൾ അനുസരിക്കാൻ, കൽപ്പനകൾ പാലിക്കാൻ എനിക്ക് കൃപ താപ്പാ. കൃപ വേണം, സഹിച്ചിടുവാൻ കൃപ വേണം, ക്ഷമിച്ചിടുവാനും ത്യജിച്ചിടുവാനും യേശുവേ നിൻ കൃപ വേണം. കൃപ വേണം, കൃപ വേണം, യേശുവേ നിൻ കൃപ വേണം, യേശുവേ നിൻ കൃപ വേണം, യേശുവേ നിൻ കൃപ വേണം. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് എന്തുകൊണ്ടാ അമ്മയിലൂടെ കൃപ യാചിക്കാൻ പറയുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ അയോഗ്യരാ, നമ്മളൊക്കെ പാപികളാ, ബലഹീനരാ, വീണുപോയവരാ, നഷ്ടപ്പെട്ടു പോയവരാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അയോഗ്യരാണെങ്കിൽ യോഗ്യതയുള്ള ഒരു വ്യക്തിയുണ്ട്, അത് പരിശുദ്ധ അമ്മയാ. അമ്മ വഴി കൃപ യാചിക്കുമ്പോൾ അത് അമ്മ നമ്മുടെ അയോഗ്യത മാറ്റിയിട്ട്
യോഗ്യതയുള്ള വ്യക്തിയാക്കി തീർത്ത് ആ കൃപ മുഴുവനും നമുക്ക് വാങ്ങിച്ചു തരും. ദൈവത്തിന്റെ കരുണ മുഴുവനും വാങ്ങിച്ചു തരും. ദൈവത്തിന്റെ സ്നേഹം മുഴുവനും നമുക്ക് വാങ്ങിച്ചു തരും. ഈ നിമിഷം പ്രത്യേകം ചേർത്ത് വെച്ച്, അമ്മേ, ഞങ്ങൾക്ക് കർത്താവിന്റെ കരുണ വേണം, ഞങ്ങൾക്ക് കർത്താവിന്റെ സ്നേഹം വേണം. ഞങ്ങളുടെ ഈ അയോഗ്യത ഒന്ന് എടുത്തു മാറ്റണം, ഞങ്ങളുടെ ഈ ബലഹീനത ഒന്ന് എടുത്തു മാറ്റണം, ഞങ്ങളുടെ ഈ പാപപങ്കിലമായ ജീവിത അവസ്ഥ ഒന്ന് മാറ്റണം. എന്നിട്ട് കരുണയാൽ കൃപയാൽ ഞങ്ങളെ ഒന്ന് നിറക്കണമേ എന്ന് ഒരു നിമിഷം ഉള്ളൊരുക്കി മനസ്സൊരുക്കി ദൈവമക്കളൊന്ന് പ്രാർത്ഥിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ കുഞ്ഞായോ? അമ്മയും മക്കളും തമ്മിലൊരു ബന്ധമില്ലേ? നമ്മൾ എത്ര കൊള്ളില്ലാത്ത വ്യക്തിയാണെങ്കിലും, ഒരു കൊള്ളില്ലാത്ത മകനും മകളും ആണെങ്കിലും അമ്മയ്ക്ക് നമ്മൾ പ്രധാനപ്പെട്ടതാട്ടോ. ഒരു കൊലയാളിയാണെങ്കിൽ പോലും അമ്മയ്ക്ക് നമ്മൾ പ്രധാനപ്പെട്ടതാ. നമ്മൾ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഭക്ഷണം തരുന്നില്ലേ? നമ്മുടെ ആവശ്യം കണ്ടറിഞ്ഞ് നമ്മുടെ സ്വന്തം അമ്മ നമുക്ക് തരുന്നില്ലേ? എന്നാൽ പരിശുദ്ധി അമ്മയോ മക്കളെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ യഥാർത്ഥ അമ്മ, ആ അമ്മയുടെ അടുത്ത് നമ്മൾ ചെന്നാ മതി. അമ്മ എന്തോരു കൃപ ആവശ്യമുണ്ടോ, നമ്മൾ എത്ര ബലഹീനതയാണോ ബലഹീനത മാറ്റി അവിടെ കൃപ നിറച്ചു തരുന്ന ഒരമ്മയാണേ നമുക്കുള്ള. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലേ? വിടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്നില്ലേ? ജ്ഞാനം കിട്ടാൻ ആഗ്രഹിക്കുന്നില്ലേ? ദാനങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്നില്ലേ? നമുക്ക് ചില മേഖലയിലെ പൈശാചിക ബന്ധനത്തിന്റെ കെട്ടഴിയാൻ ആഗ്രഹിക്കുന്നില്ലേ? അപകടം നീ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലേ? മക്കളെ, നമുക്ക് അമ്മയിലേക്ക് ചെന്ന് അമ്മയുടെ വിമല ഹൃദയം വഴി ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് കിട്ടും മക്കളെ. ചോദിക്കുന്നത് കിട്ടും മക്കളെ. ഉപേക്ഷിക്കാത്ത ഒരു അമ്മയാ മക്കളെ. കരങ്ങൾ യാതനയോടെ പിടിച്ച അമ്മേ, ആ കൃപ കൊണ്ട് ഞങ്ങളെ നിറക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാ മക്കളും ഒരിക്കൽ കൂടി ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറക്കണേ അമ്മേ. കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, ദൈവമേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ഒരുമിച്ച് പാടാം. കൃപ വേണമപ്പ, ദാഹത്തോടെ പ്രാർത്ഥിച്ച്, കൃപ വേണമപ്പ, ദാഹത്തോടെ ചോദിച്ച്, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ഏതു മേഖലയിലാ മക്കളെ കൃപ വേണ്ടി അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടാനായി, ജ്ഞാനം കിട്ടാനായി, ക്ഷമ കിട്ടാനായി, വിശുദ്ധ ജീവിതം നയിക്കാനായി, പുണ്യജീവിതം നയിക്കാനായി, സ്നേഹിക്കാനായി, വചനം ജീവിക്കാനായി, ദൈവഹിതം നിറവേറ്റാനായി, അനുസരിക്കാനായി, മനസ്സിലാക്കാനായി, സ്വർഗരാജ്യം സ്വന്തമാക്കാനാ. അപ്പാ, പ്രിയപ്പെട്ട എന്റെ മക്കളെ, പരിശുദ്ധി അമ്മ കൃപയുടെ വിതരണക്കാരി മാത്രമല്ല, രക്ഷയുടെ മധ്യസ്ഥ കൂടിയാ. കാരണം പരിശുദ്ധി അമ്മയാ, അമ്മയിലൂടെയാ, അമ്മ വഴിയാ രക്ഷകൻ കടന്നു വന്നേ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ രക്ഷകന്റെ അനന്ത യോഗ്യതയാലാ നമ്മളൊക്കെ കൃപ സ്വീകരിക്കുന്നത്. അത് പരിശുദ്ധി അമ്മ വഴി നൽകപ്പെടുക. നമ്മൾ ഈ അമ്മയെ അവഗണിക്കുമ്പോൾ രക്ഷ അനുഭവിക്കാനുള്ള കൃപ കൂടി നമ്മൾ അവഗണിക്കുക. നമ്മുടെ ജീവിതത്തിൽ അമ്മയെ അവഗണിച്ചിട്ടുണ്ടോ? അമ്മയെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? അമ്മയെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ആ സമയം നമ്മൾ രക്ഷയുടെ കൃപ കൂടിയ അവഗണിച്ച് ഉപേക്ഷിച്ച് മാറ്റി നിർത്തിയേ. അങ്ങനെയുള്ള മക്കൾക്ക് രക്ഷ പ്രാപിക്കാൻ വിഷമകരമാണ്. ഒരു നിമിഷം രക്ഷ നൽകാനായിട്ട് നമുക്ക് ആ മധ്യസ്ഥയായി തീർന്ന പരിശുദ്ധി അമ്മ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് രക്ഷ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന വ്യക്തികളെ സമർപ്പിച്ച്, ലഹരിക്ക് അടിമപ്പെട്ട മക്കളാകാം, തിന്മയ്ക്ക് അടിമപ്പെട്ട മക്കളാകാം, ചീത്ത കൂട്ടുകെട്ട് അടിമപ്പെട്ട മക്കളാകാം, കുടുംബ കലഹം മൂലം വേർപിരിഞ്ഞ് ജീവിക്കുന്ന മക്കളാകാം,
പ്രിയപ്പെട്ടവരെ, പലവിധ തിന്മകളിൽ വീണ് കിടക്കുന്ന മക്കളാകാം. രക്ഷകനെയും രക്ഷയെയും അമ്മയെയും അവഗണിച്ച് ജീവിക്കുന്ന മക്കൾ എത്ര പേരുണ്ടോ? അവരൊക്കെ അമ്മയുടെ വിമല ഹൃദയം വഴി ദിവ്യകാരുണ്യീശോയിലേക്ക് ചേർത്ത് വെച്ച്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ഒന്നും കൂടി മനസ്സിലാക്കണം. ആ മിശിഹായിലേക്കുള്ള വഴി പരിശുദ്ധ അമ്മയല്ലേ? ആ മിശിഹായിലേക്കുള്ള വഴി പരിശുദ്ധ അമ്മയാ. ആ വൃക്ഷത്തിന്റെ ഫലമായിട്ടുള്ള ഈശോയെ കിട്ടണമെങ്കിൽ വൃക്ഷമായിട്ടുള്ള മറിയത്തെ സ്വന്തമാക്കണം. ഒരു നിമിഷം നമുക്ക് സ്വന്തമാക്കിക്കേ. പരിശുദ്ധ അമ്മയെ എവിടെ ദിവ്യകാരുണ്യീശോ എഴുന്നള്ളിയിരിപ്പുണ്ട്, അതിന് തൊട്ട് മുമ്പിൽ പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യീശോയെ ആരാധിച്ചുകൊണ്ട് നിപ്പുണ്ട്. മക്കളെ, നിങ്ങൾ വിശ്വസിച്ചു, ഇവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അമ്മയോട് പറ, അമ്മയെ, എനിക്ക് രക്ഷകനെ വേണം, എനിക്ക് മിശിഹായെ വേണം, എനിക്ക് ആ കൃപ വേണം, എനിക്കൊന്ന് വാങ്ങിച്ചു തരണമേ എന്ന് ഒരു നിമിഷം മനസ്സൊരുക്കി എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, ഈ മക്കൾക്ക് കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, ഈ മക്കൾക്ക്. ഒരു നിമിഷം കൂടി പരിശുദ്ധ വചനത്തിൽ കാണുന്നു, അവൾ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നഷ്ടപ്പെട്ടതാട്ടോ കണ്ടെത്താൻ പറ്റുന്നേ? ഇല്ലാത്തതാട്ടോ കണ്ടെത്താൻ പറ്റുന്നേ? ആദ്യ മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തിയ കൃപ അത് തിരിച്ച് കണ്ടെത്തി തിരിച്ചു പിടിച്ചവൾ അമ്മയാ. മക്കളെ, നമ്മൾ കൃപ നഷ്ടപ്പെടുത്തിയിട്ടില്ലേ? ഈ ലോകം വെച്ച് നീട്ടുന്ന സുഖത്തിൽ അകപ്പെട്ട് കൃപ എത്രയോ നഷ്ടപ്പെടുത്തി. കൃപയെന്ന് അകന്നുപോയ മക്കളല്ലേ നമ്മള്? പരിശുദ്ധ അമ്മ നമ്മളെ വിളിക്കുക, മക്കളെ, ഇതാ നഷ്ടപ്പെടുത്തിയ കുഞ്ഞ് നഷ്ടപ്പെടുത്തിയ കൃപ അമ്മ കണ്ടെത്തിയിട്ടുണ്ട്, അമ്മയുടെ കയ്യിലുണ്ട്, അമ്മ തരാം. കുഞ്ഞ് എന്റെ അടുത്തേക്ക് വാ. അമ്മയുടെ വിളി കേൾക്കുന്നുണ്ടോ? അമ്മയുടെ ഒന്ന് വിളി കേട്ട മക്കളെ, ഒരു നിമിഷം കണ്ടടച്ച് പരിശോധിച്ച്, ഞാൻ ഏതൊക്കെ മേഖലയിലാ എനിക്ക് കൃപ നഷ്ടപ്പെട്ടു പോയെ? ഏതൊക്കെ മേഖലയിലാ ഞാൻ ദൈവത്തെ ഉപേക്ഷിച്ചു പോയെ? ഏതൊക്കെ പാപസുഖത്തിലാ ഞാൻ അകപ്പെട്ടു പോയെ? ഇന്ന് തൊട്ടാ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത? എന്ന് തൊട്ടാ മക്കളെ എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത? എന്നോട്ടാ മക്കളെ എനിക്ക് പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ പറ്റാത്ത? എന്നോട്ടാ മക്കളെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത? എന്നോട്ടാ മക്കളെ ഞാൻ ഇതുപോലെ കിടന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങി? എന്റെ കൃപ നഷ്ടപ്പെട്ടോ? കൃപ നഷ്ടപ്പെട്ട കൃപ തിരിച്ചു തരാൻ ഇതാ പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്തുണ്ട്. അമ്മയുടെ കയ്യിലേക്കൊന്ന് പിടിച്ച്, അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, അമ്മയുടെ കൈ ഉൾപ്പെടെ നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കൃപ കിട്ടാൻ വേണ്ടി ഒരിക്കൽ കൂടി ഉറക്കം വിളിച്ച് ദാഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കൃപ വേണമപ്പ, ഈ മക്കൾക്ക് കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, ഈ മക്കൾക്ക്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ട മക്കളെ, ഒരു നിമിഷം ഈ കൃപ എപ്പോഴും കിട്ടാനാകിട്ട് അമ്മയുടെ വിരലിൽ പിടിച്ച് നടക്കണം. നമുക്ക് ഈ നിമിഷം
ഇന്നത്തെ ദിവസം ഏതൊക്കെ പുണ്യങ്ങളാണ് അഭ്യസിക്കേണ്ടത്, ആ പുണ്യങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന പുണ്യങ്ങളൊക്കെ വായിച്ച് അത് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ. പുണ്യങ്ങൾ കണ്ടേ, പുണ്യങ്ങൾ വായിച്ച് അതിനുശേഷം അത് ജീവിക്കാൻ പരിശുദ്ധി അമ്മയുടെ കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം ഉറങ്ങാനായിട്ട് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ.